ഞാൻ ആലോചിക്കുകയാണ് ഇവൻ എങ്ങനെ ഇത്ര ധൈര്യം കിട്ടിയെന്ന്. ഇത്രയും പട്ട പകലൊരു പെണ്ണിനെ കൊണ്ട് കടകളിൽ കയറി ഇറങ്ങാന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞു കാക്കിയും കാക്കി ഇട്ടെന്ന് ഓർത്ത് അത് കനകനാവൂല. അത് ഏതെങ്കിലും ഓട്ടോ ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ കനകൻ അങ്ങനെ ചെയ്യുവോ? അങ്ങനെ വെറുതെ ആരെങ്കിലും വിളിച്ചു പറയാ? കോമളൻ വേറെ ആരുമല്ല, എന്റെ പാർട്ടിയിലെ എന്റെ വേണ്ടപ്പെട്ട ആളാണ് കോമളൻ. ഇവരുടെ പാർട്ടിക്കാർക്ക് ഒറ്റണത്തിന് ബോധമല്ല. നീ ഇവര് പറയണത് കേക്കല്ലേ? ഞാൻ പിന്നെയും പറയാണ്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ കടയിൽ നിൽക്കുമ്പോ നിന്റെ അടുത്ത് ആരൊക്കെ വന്ന് നിൽക്കാറുണ്ട്? അത് നീ ഒറ്റയ്ക്ക് ഒരു കടയിൽ പോയി നിൽക്കാറാണോ പതിവ്? അല്ലല്ലോ. അവൻ എന്തെങ്കിലും ആവശ്യത്തിന് കടയിൽ കയറിയപ്പോ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് അരികത്ത് നിന്നതായിരിക്കും. പിന്നെ അല്ല ഇവ ഇപ്പൊ കടയിൽ പോകേണ്ട എന്താണ്? ജോലിക്കെന്ന് പറഞ്ഞു ഇവിടുന്ന് പോയോ? എന്തിനാണ് കടയിൽ പോയത്? ഒരു മനുഷ്യന് എപ്പോഴും ആവശ്യം ഉണ്ടാവാന്ന് എങ്ങനെ അറിയാം ക്ലീറ്റോ? ഞാൻ എന്നിട്ട് കോമളനോട് എടുത്ത് ചോദിച്ചു, നീ അവൻ അളിയനാണോ നോക്കിയാ? അപ്പൊ പറഞ്ഞു സാറേ അളിയൻ തന്നെയാണ്, കൂടെ പെണ്ണുണ്ട്, അവർ ഒരുമിച്ചാണ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയെന്നു. എന്ത് ഞാൻ ഉള്ളതേ പറയണോളൂ, അല്ലെങ്കിൽ ഞാൻ ഉള്ളത് പറഞ്ഞ ഇവിടെ ആർക്കും പിടിക്കത്തില്ല. ഇരിക്കൂല, അവനൊന്നും ഇങ്ങോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് ചോദിക്കല്ലോ. നീ ഇപ്പോഴേ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് ചാവാൻ തുടങ്ങണ എന്തിനാന്നേ? ആയിരിക്കൂല. നീ അടുത്ത ഇവള് പറയും അത് ഫാസിൽ ചുരിദാറൊക്കെ ഉണ്ട് അവന്റെ കൂടെ പോയാണ്, അങ്ങനെ നീ പറയും. നിനക്ക് അവനാണല്ലോ വിശ്വാസം. എനിക്ക് എന്റെ ആങ്ങളേനെ വിശ്വാസം. എന്റെ ആങ്ങൾ അങ്ങനെ ചെയ്യൂല. പാലായിന്ന് വന്ന ക്ലീറ്റോ അല്ല അത്. ആങ്ങളേക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇല്ല. നിനക്ക് അത് മനസ്സിലായില്ലേ? ആൾക്കാർ പറയാ എന്ത് പറഞ്ഞെന്നാ? കടയിൽ ഒരു പെണ്ണിന്റെ കൂടെ നിക്കണ കണ്ടു. അത് ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. കടയിൽ ഒരാളുടെ കൂടെ നിക്കണ. ബാക്കി വിവരം കോമള ഇപ്പൊ ഇവിടെ വരും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെയൊക്കെ പോകണമെന്ന് നോക്കിയിട്ട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരട്ടെ, എന്നിട്ട് ബാക്കി അറിയാലോ. പിന്നെ അവന് കനകനെ അറിഞ്ഞൂടാ കോമളന്. സത്യമാണെങ്കിലും നിന്റെ കൂടെ ഞാൻ നിൽക്കും. ഇപ്പൊ സമാധാനപ്പെട്. ആദ്യം അവനും കൂടെ വരട്ടെ. വരുമ്പോ അവനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാലോ. ചോദിച്ചാ ഉടനെ സത്യം പറയും. എന്റെ ക്ലീറ്റോ ഒന്നും മിണ്ടാതിരിക്കെ. ക്ലീറ്റോ മിണ്ടതാണ് കുഴപ്പം. ക്ലീറ്റോയ്ക്ക് ഒന്നും മിണ്ടിക്കൂടാ. നീ വല്ല ഊമയും കല്യാണം കഴിക്കാറുണ്ട്, അപ്പൊ മിണ്ടാതെ നിനക്ക് ഇരിക്കായിരുന്നു. ജമന്തി, ഞാനൊരു കാര്യം പറയാം. ഇവളെ ഒരുത്തിയാണ് അവൻ എങ്ങനെ വഷളാക്കിയത്. എല്ലാ കൊള്ളരുതായിരിക്കും അവളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. കോമള വാ, കയറി വാ. ഇങ്ങോട്ട് കയറി വാ കോമള. ഇനി രഹസ്യമൊന്നുമില്ല, എല്ലാം അവിടെ കേക്കട്ടെ. വാ, നീ വാ. സാർ ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ കണ്ട കാര്യം കൂടെ പറഞ്ഞ കൊച്ചു ആത്മഹത്യ. സാറേ ഒന്ന് പറയണ്ട സാറേ. ഞാൻ എന്റെ പാർട്ടിയുടെ നമ്മുടെ പാർട്ടിയുടെ അതൊക്കെ എടുത്ത് ഞാൻ നിൽക്കുമ്പോഴാണ് രണ്ടാൾ കയറി വരുന്നത്. സാറിന്റെ അളിയും വേറെ ഏതൊരു പെണ്ണുപിള്ളിന്റെ കൂടെ അവരവിടെ വരുന്നു. എന്തൊരു കളിയും ചിരിയാ സാറേ. അവരവിടെ വരുന്നു, കുറെ സാധനങ്ങൾ, സാരികൾ, അത് ഇത് മറ്റൊന്ന് മറിച്ചതൊക്കെ നോക്കുന്നുണ്ട്. ഒരു സാരി എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സാറിന്റെ അളി എടുത്ത് എങ്ങനെയുണ്ട്. അപ്പൊ ആള് സൂപ്പറായിട്ട് ഈ നിലയ്ക്കുള്ള പരിപാടികൾ. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി നമ്മൾ സന്തോഷമായിരുന്നു, കളിയും ചിരിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈസ കൊടുത്ത തുണിയുടെ കനക സാറ് സാറിന്റെ അളിയൻ. എന്നിട്ട് അടുത്ത ബേക്കറി, ആ ബേക്കറി കയറി അവിടെ കയറി ജ്യൂസ് കുടിച്ചു. അതുമല്ല വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടു. ഒരു കേക്ക് വാങ്ങിയിട്ട് 2 കഷ്ണാക്കിയിട്ട് 2 പേര് കഴിക്കുന്നു. കളിയും ചീരൊക്കെ ഒന്ന് കാണണം സാറേ. അതിനുശേഷം അവരവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ പോയി. ഓട്ടോറിക്ഷയൊക്കെ ഞാൻ കണ്ടു. ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോയി അല്ലേ? എന്താ സാറ് പ്രശ്നം? ഒന്നുമില്ല. എന്റെ അളിയൻ ഈയിടെയായിട്ട് നിർധനരായിട്ടുള്ള സ്ത്രീകളെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഒരു മനസ്സ് ഇടയ്ക്കൂടെ പറയണ കേട്ട്. അപ്പൊ സഹായിക്കണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നല്ലോണം സഹായിക്കും. ഏകദേശം 10,000-3000 രൂപ കൊടുത്തിട്ടുണ്ട് കടയില്. കണ്ടോ, അളിയൻ നല്ല സഹായിയായിപ്പോ. എന്നാ കോമളം ചെല്ല്. എങ്ങനെയുണ്ടടി? ഞാനാണ് കുഴപ്പക്കാരൻ. എനിക്കൊന്നും മിണ്ടിക്കൂടാ, എനിക്കൊന്നും പറഞ്ഞൂടാ. എന്തിനാ നീ ആ കൊച്ചിനെ സമാധാനിപ്പിക്കണ്ട, എന്നെ സമാധാനിപ്പിക്കണ്ട. എന്താണ് നിന്റെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം ഞാൻ അവിടെ വെളിപ്പെടുത്തി. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്റെ ആങ്ങളയ്ക്കും കുടുംബത്തിനും ഒന്നും വരാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവളുടെ മുമ്പിൽ? അവൾ ഒന്നാമത്തെ വിഷമിച്ചിരിക്കാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ ഈ കള്ളത്തരത്തിന് കൂട്ടിരിക്കണം. നിനക്ക് എന്നെയും കൂടെ കള്ളനാക്കണം. നീ അവന് എന്ത് കള്ളത്തരാന്നാ നിങ്ങൾ പറയണേ? എന്ത് കള്ളത്തരം? നീ കേട്ടില്ലേ കോമളം എന്ന് പറഞ്ഞത്? കോമളം കണ്ട വിശേഷമാണ് വന്ന് പറഞ്ഞേക്കണേ. കോമളം പറഞ്ഞു ഒരു പെണ്ണിനെ കൊണ്ട് അവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെ ഒളിച്ചോടിന്നാണ് അർത്ഥം. ഒളിച്ചോട്ടത്തിന്റെ ആരംഭമാണ് ഇത്. ഈ സാരി വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ മാലയെ വാങ്ങിച്ചു കൊടുത്താൽ ഇന്ന് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ ഞാൻ കൊന്നിട്ട് വല്ല ജയിലിൽ പോയി കിടക്കൂട്ടോ. നീ കൊല്ലടി, കൊല്ലന്നെ. നിങ്ങൾക്ക് ഒരു വിചാരം ആണ് പെണ്ണ് നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ പ്രേമാന്ന്. അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ്.
ആണോ? നിങ്ങളുടെ പെങ്ങൾക്ക് അളിയനെ ഇങ്ങനെ വന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒച്ചെടുക്കോ? ഞാൻ അളിയനൊന്നും നോക്കൂല, വെട്ടി അരിഞ്ഞളയും കാല്. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായത് രമ്യതയിലും പറഞ്ഞ് പരിഹരിക്കേണ്ടതിന് പകരം നീ ആ കൊച്ചിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം, അവളുടെ ഭാഗത്ത് നിന്ന്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കാൻ ഞാനും എന്റെ അമ്മയുണ്ട്. ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് വരാതിരിക്കാൻ പറ്റുമോ അങ്ങോട്ട്? നീ വിളിച്ചോണ്ട് വരുമ്പോ ഇതുപോലെ പറഞ്ഞാ മതി. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ പോലെ ഒരു പ്രമുഖൻ ഇങ്ങനെയുള്ള കൊള്ളരുതായിക്ക് കൂട്ടിവെക്കാൻ പറ്റില്ല. ഒന്നോ ഇത് ഭയങ്കര പ്രമുഖനായി പോയി, എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ. നീ ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, അവിടെ ഇരുന്നോ. ഓർത്തമാര് സ്വയം കുടുംബം കലക്കാൻ നിൽക്കുമ്പോ പിന്നെ നമ്മളത് പറയണതാണ് കുറ്റം.